ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ താരം ചിക്കനാണ്. ചിക്കൻ വെച്ചിട്ടൊരു റാപ്പ് അല്ലെങ്കിൽ റോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്നുവെച്ചാൽ ഒരു മിനി ഷവർമ, ഒരു ചപ്പാത്തി വെച്ചിട്ടുള്ളൊരു മിനി ഷവർമ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നോക്കാം. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ടർമറിക് പൗഡറും ഉപ്പും ഇട്ടിട്ട് ബോയിൽ ചെയ്താണ്. അതിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട, കാരണം ഇതൊരു ഓപ്ഷണലായിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി ഞാൻ ഷാലോ ഫ്രൈ ചെയ്യണമെന്നുള്ളൂ. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള മസാല എടുക്കുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഷാലോ ഫ്രൈ ചെയ്യാം. ഫസ്റ്റ് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ, എന്നിട്ട് മിക്സ്ഡ് ഹെർബ്സ് ആണ് ചേർത്ത് കൊടുക്കണേ. മിക്സ്ഡ് ഹെർബ്സ് ഓപ്ഷനിലാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ചേർത്തു. എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ഡാർക്ക് സോസാണ്. ഇത് നല്ലതായിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതിപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു രീതി ഉണ്ടാവുമല്ലോ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യേണ്ടതൊക്കെ, അങ്ങനെ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, കാരണം ഞാനിതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കുക്കിങ്ങും വീഡിയോ എടുക്കലും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയോ തകരാറ് സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല അതില്ല. എന്നിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മയോണൈസും പ്രിപ്പയർ ചെയ്തു കേട്ടോ. എന്നിട്ടൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യൂക്കമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടത്താണെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാം. ഇപ്പോൾ സ്വീറ്റ് കോൺ, ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒണിയൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ നമുക്ക് കുത്തി ചെറുതാക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാൻ കുത്തി ചെറുതാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഷവർമ പോലെ ഇങ്ങനെ മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് നമ്മുടെ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് മയോണൈസ് ആട്ടോ. ഇത് ഇച്ചിരി ലൂസായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കണേ, കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടതായതുകൊണ്ടാണ്. നമുക്ക് തിക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി, അപ്പോൾ തിക്കാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. മയോണൈസ് ഒരിക്കലും കൂടി പോകരുത് കേട്ടോ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് വെള്ളം പോലെ ഉണ്ടാവും. ഈ ഒരു ലെവലിലായിരിക്കണം എല്ലാം നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു സാധനത്തിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചതൊന്നുമല്ല, അത്യാവശ്യം ചതഞ്ഞൊരു കുരുമുളക് പൊടിയാണ്. അതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ്. ഇത് നിങ്ങളുടെ അളവിനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇത് പിന്നെയും ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത താരം നമ്മുടെ ചപ്പാത്തിയാണ്. ഇതിപ്പോൾ ചപ്പാത്തിയിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതേപോലെ ഒരു ഐറ്റമാണ് ചീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ചീസ് വെച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് വെച്ച് നോക്കിയതാണ്. ഞാൻ ചീസ് വെച്ചും ചീസ് ഇല്ലാണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ചീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മോസറല്ല ചീസാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. സിമ്പിളല്ലേ നമുക്ക്. ഇതാവുമ്പോൾ ഇത് ഭയങ്കര പാടായിരുന്നു, സ്ലൈസ് ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ വലിച്ചിട്ടും ഇത് വരുന്നുണ്ടായില്ല. എന്നിട്ട് ഇതിങ്ങനെ മെസ്സി പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ റാപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സംഭവം ഇങ്ങനെ ഫില്ല് ചെയ്യണമൊക്കെ നല്ല സാറ്റിസ്ഫൈ കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ കൈയൊക്കെ വരുന്നുണ്ട്, കാരണം നമ്മുടെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അമ്മയ്ക്കാണ് കൊടുക്കാറ്. നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും സത്യസന്ധമായ മറുപടി ആയിരിക്കും നമ്മുടെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടണത്. അപ്പോൾ ഇത് നല്ല റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. 100% നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിങ്ങനെ ഒന്നും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ചീസ് പരത്തൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഭയങ്കര ടഫായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ റാപ്പ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ബൈ.